എടാ മോനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിൽ ഒരു പരസ്യം കണ്ട 30,000 രൂപയുടെ ത്രെഡ്മില്ല് 1999 രൂപയ്ക്ക് അതൊന്ന് മേടിച്ചാലോ? എൻ്റെ ഈ കൊടവേറൊക്കെ ഒന്ന് കുറയ്ക്കണം. അതൊക്കെ ഫേക്ക് വെബ്സൈറ്റ് ആണ് വെച്ചാൽ 30,000 രൂപയുടെ ത്രെഡ്മില്ലൊക്കെ 2,000 രൂപയ്ക്ക് കിട്ടുമോ? അതൊന്ന് ആലോചിച്ച് നോക്ക്. അതിലൊന്നും ചെന്ന് ചാടല്ലേ. അല്ലെ ത്രെഡ്മില്ലൊന്നും വേണ്ട, അത് രാവിലെ ഓടാൻ പോയിട്ട് ശരിയാക്കാം. ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു കാഞ്ചീപുരം സാരി കണ്ട് 15,000 രൂപയുടെ കാഞ്ചീപുരം സാരിയാണ്, അത് 800 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അതൊന്ന് മേടിക്കാം. നിന്റെ അമ്മയ്ക്ക് സർപ്രൈസ് ആയിക്കോട്ടെ, എൻ്റെ കാർഡ് യൂസ് ചെയ്തോ. 800 രൂപയ്ക്ക് കാഞ്ചീപുരം സാരിയോ ഇപ്പം കിട്ടും. വെറുതെ പൈസ ഒന്നും കളാൻ നിൽക്കണ്ട കേട്ടോ. ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ്. നിനക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല. ഞാൻ തന്നെ ഓർഡർ ചെയ്തോളൂ, എനിക്ക് നിന്റെ സഹായം വേണ്ട. 3 days later. എടാ നീ അല്ല വെറുതെ ഒന്നും വരില്ല, ഇതൊക്കെ ഫേക്കാണ്. ഇതാ വന്നിട്ട് കാഞ്ചീപുരം സാരി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ അന്നേ പറഞ്ഞ ഇങ്ങനത്തെ വെബ്സൈറ്റ് ഒന്നും മേടിക്കാൻ പാടില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞൊന്ന് കേൾക്കണേ. അല്ല ഇത് ഇനിയിപ്പോൾ എല്ലാം റീഫണ്ട് അങ്ങനെയല്ലേ കിട്ടുമോ? ഇങ്ങനത്തെ ഉഡായ്പ വെബ്സൈറ്റ് ഒക്കെ നമുക്ക് എങ്ങനെ ഇപ്പോൾ മനസ്സിലാക്കുക? ഇങ്ങനത്തെ ഓൺലൈൻ വെബ്സൈറ്റ് നമ്മളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റ്സിന് നല്ല ഓഫറും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഒരു പോസ്റ്റ് ചെയ്യും. നമ്മുടെ ഫോൺ നമ്പറും കാർഡ് ഡീറ്റെയിൽസ് കൊടുത്ത് ഇതൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കാലിയാവാൻ നല്ല ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ അണ്ണോ വെബ്സൈറ്റിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റിന്റെയും വെബ്സൈറ്റിന്റെയും റിവ്യൂ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യുക. അക്കൗണ്ട് കൂടി ഒന്ന് ഫോളോ ചെയ്യുക.